ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 66. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 28 5 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിൽ ദേവതാ സോമമാണെങ്കിലും ഉപയോഗിക്കുന്ന ഉപകരണം ഉരളും ഉലക്കിയുമാണ്. പണ്ട് കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങളാണ്. മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തന്നെ ഈ ഉരളും ഉലക്കിയുമാണ്. എന്തിനു വേണ്ടി? പൊടിക്കാനും ജ്യൂസ് എടുക്കാനും കറക്കിയിട്ട് ദോശമാവെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനെല്ലാം. അപ്പം അതിൻ്റെ പ്രാധാന്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഫാക്ടറികളിലും പലതരം പൊടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് മിക്സറും ഗ്രൈൻഡറും എല്ലാം. അതിൽ ഇതേ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്, ഉരളും ഉലക്കയുടെയെല്ലാം. അപ്പോൾ നമ്മൾ കുറച്ച് 1 മുതൽ 4 വരെയുള്ള കണ്ടു കഴിഞ്ഞു. 5 മുതലുള്ളത് നമുക്ക് നോക്കാം. 5-ൽ എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 28 5. യത് സിദ്ധി ത്വം ഗൃഹ ഉലൂഖല കായുജ്യസേ ഇഹ ദ്വിമുത്തമം വദ ജയതാം ഇവ ദുന്ദുഭി. ഉരലിനെ എല്ലാ വീടുകളിലും ഉപയോഗത്തിനു വേണ്ടി വച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ ഭവനത്തിൽ വിജയദുന്ദുഭി സമാനം നീ ശബ്ദമുണ്ടാക്കണമേ. ഇവിടെ പറയുകയാണ്, ഒരലോട് പറയുകയാണ്, എല്ലാ വീട്ടിലും നിന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്നു. എല്ലാ വീട്ടിലും ഉലക്കയുണ്ട്, അല്ല ഉരളുണ്ട്, ഉരളുണ്ട് ഉലക്കയുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് എന്താണ്? മിക്സറും ഗ്രൈൻഡറും എല്ലാം. എന്നിരുന്നാലും നീ എന്ത് ചെയ്യണം? നല്ലവണ്ണം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പൊടിച്ചു തരണേ. അതായത് അത്രയും ശക്തിയിൽ നമ്മൾ അത്രയും ശബ്ദമുണ്ടാക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സി എല്ലാം അടിക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമുക്ക് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നല്ലവണ്ണം ജ്യൂസായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 6-ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 28 6. ഉദസ്മതേ വനസ്പതേ വാദോ വിവാത്യഗ്രമിത് അഥോ ഇന്ദ്രായ പാദവേ സുനു സോമം ഉലൂഖലാം. ഉരലും ഉലക്കയുമായ വനസ്പതിയുടെ മുമ്പിൽ വായു പ്രത്യേക രീതിയിൽ സഞ്ചരിക്കുന്നു. ഉരല് ഇന്ദ്രന് പാനം ചെയ്യാൻ സോമം തയ്യാറാക്കുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഉരളും ഉലക്കയും വനസ്പതിയായിട്ട് സസ്യങ്ങളും എല്ലാമായിട്ട് ഇടിക്കുകയും പിടിയും ചെയ്യുമ്പോൾ വായു എന്ത് ചെയ്യുന്നു? അതിൻ്റെ ചുറ്റും പ്രത്യേക രീതിയിൽ ചലിക്കുന്നു. നമ്മളിപ്പോൾ ഇടിക്കുമ്പോഴും വായു ഇങ്ങനെ പോകും, ആട്ടിലാണെങ്കിൽ വായു ഇങ്ങനെ പോകും, മിക്സിയിൽ വേറൊരു തരത്തിൽ വായു പോകും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും വായു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഉരലോട് പറയുകയാണ്, ഇന്ദ്രനെ കുടിക്കാനുള്ള സോമം നീ തയ്യാറാക്കുക. നമ്മൾ ഇതെല്ലാം പിഞ്ഞെടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇപ്പം തേങ്ങയിൽ ഇടിച്ച് അതിൻ്റെ നീരെടുത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കറിയിലെല്ലാം ഇട്ടിട്ട് ഇന്ദ്രന് കൊടുക്കും പാത്രത്തിൽ. അപ്പോൾ ഇന്ദ്രൻ അതിനെ എടുത്തിട്ട് നമുക്കെന്ത് തരും? ചിലപ്പം പായസമായിരിക്കും തരും, അല്ലെങ്കിൽ കറിയായിരിക്കും തരുക. അല്ലാതെ കൊടുത്ത സാധനം തരില്ല. കൊടുത്ത സാധനം ഇന്ദ്രൻ എടുക്കുകയാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇതിനെയെല്ലാം ചേർത്തിട്ട് പുതിയ വസ്തുവാക്കി മാറ്റുന്നതിന് പിന്നിലുള്ള ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി 7-ാമത്തേത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 28 7. ആയജി വാജസ തമാതാ ഹി ഉച്ച വിജർഭൃത ഹരി ഇവാന്ധാം അംസി ബപ്സദാ. മഹത്തായ ശക്തി നൽകുന്നതും പൂജിക്കാൻ യോഗ്യവുമായ ഉരലും ഉലക്കയും അന്നത്തിന് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇന്ദ്രാശ്വത്തെ പോലെ ഉച്ചസ്വരം പുറപ്പെടുവിക്കുന്നു.
ഇവിടെ ശക്തിമാനാണെന്ന് പറയുകയാണ്. ഇത് മഹത്തായ ശക്തിമാനാണ്. എന്തിനാണ് ഈ വിരൽ വളർത്തി ഇടിക്കുന്ന ശക്തിയിൽ ഇടിച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്? അപ്പം നല്ല ശക്തിമാനാണ്, അവൻ പൂജിക്കാൻ യോഗ്യനാണ്. അതിനെ തന്നെയാണ് പൂജിക്കേണ്ടത്, മിക്സിനെ തന്നെയാണ് പൂജിക്കേണ്ടത്. അല്ലെങ്കിൽ അമ്മീമ്മലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ അതും അമ്മീനെ തന്നെയാണ് പൂജിക്കേണ്ടത്. എങ്കിലേ ആ സാധനം എന്തായി കിട്ടുള്ളൂ, നല്ല പദത്തിൽ കിട്ടുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? അന്നസേവനത്തിന്, അന്നം ലഭിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പലതരം വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുക്കി ഫാക്ടറിയിലും അല്ല ഇത് ഇടുക്കി പൊടിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നത്. ഇത് ഇന്ദ്രാശ്വത്തെ പോലെ, ഇന്ദ്രനെ പോലെയും അശ്വത്തെ കുതിരയെ പോലെ. കുതിര എന്ന് പറയുമ്പോൾ ശക്തി, ശക്തിയിൽ എന്തുണ്ടാക്കുന്നു? ശബ്ദം ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കാം. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 28 താനോ അദ്യ വനസ്പതി ഋഷ്വാ വൃഷേഭിസ് സോതൃഭിഃ ഇന്ദ്രായ മത്സുതം. ഉരലിൻ്റെയും ഉലക്കയുടെയും രൂപം ധരിച്ച വനസ്പതി സോമം തയ്യാറാക്കുന്നവർക്ക് വേണ്ടി മധുരമായ സോമനീരിനെ ഇന്ദ്രനു വേണ്ടി ഇടിച്ചു പിഴിയുന്നു. ഇവിടെ പറയുകയാണ് ഉരളും ഉലക്കയുടെ രൂപം വനസ്പതി ധരിക്കുന്നു. അതായത് നമ്മൾ ഈ ഉരളിൻ്റെ അകത്തിട്ടിട്ട് ശക്തിയിലിടിക്കുമ്പോൾ ആ വനസ്പതി അതിൻ്റെ അകത്തിടുന്ന സാധനം ഏതിൻ്റെ രൂപത്തിലായി മാറും? ഉരളുടെ മാലിയായിട്ട് മാറും. അതിൻ്റെ അകത്തിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഒരു കപ്പ് വാരിയാവും. അതിൻ്റെ അകം കപ്പ് വാരിയാണല്ലോ. അപ്പം വനസ്പതിയുടെയും ഉരളിൻ്റെ അകം എങ്ങനെയുണ്ടാവും? ഒലക്കേണ്ട രൂപവും ഉണ്ടാവും. അടിവശം ഉരളുടെ രൂപവും മറ്റേത് ഒലക്കയുടെ രൂപവും ധരിക്കും. ഈ ജ്യൂസെല്ലാം എടുക്കാൻ പോയി ഇടിക്കുമ്പോൾ അങ്ങനെയുള്ള ഉരളിനോ അപ്പം അതിൻ്റെ അകത്തുള്ള സോമനെല്ലാം അതിൻ്റെ രൂപം ധരിക്കും. എന്നിട്ട് എന്ത് പറയാണ്? അത് സോമന് കുടിക്കാനുള്ള നീരായിട്ട് പുറത്തേക്ക് വരണം, ഇടിച്ചു പിഴിയണം. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 28 ഉച്ഛിഷ്ടം ചംപോർഭര സോമം പവിത്ര ആശ്രിജ നിധേഹി ഗോരധിത്വജീ. ഉരലിനാലും ഉലക്കയാലും ഇടിച്ച് കൂട്ടപ്പെട്ട സോമത്തെ പാത്രത്തിൽ നിന്ന് മാറ്റി പരിശുദ്ധമായ കുശയുടെ മേൽ വയ്ക്കുക. അവശിഷ്ടം തുകൽ പാത്രത്തിലും വയ്ക്കുക. ഇവിടെ പറയാണ് ഇങ്ങനെ ഇടിച്ചിട്ട് പിഴിഞ്ഞതിൻ്റെ ശേഷം കിട്ടുന്ന നീരെടുത്തിട്ട് കുശമേൽ വെക്കുക. കുശ എന്ന് പറയുമ്പോൾ അടുത്ത പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് കുശ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ടാക്കണ്ടിക്കലെല്ലാം ഏത് തരത്തിൽ നമ്മൾ കുശ പുല്ല് എന്ന് പറഞ്ഞില്ലേ. അതായത് എവിടെയാണോ യജ്ഞം ചെയ്യുന്നത് അല്ലെങ്കിൽ പാത്രത്തിലോ ഇവിടെ വെക്കുക. ആവശ്യമുള്ള നീരെടുത്തിട്ട് നമ്മളിപ്പോൾ ഓറഞ്ച് ജ്യൂസ് വല്ലതും ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ പാത്രത്തിൽ വെക്കും. എന്നിട്ട് ബാക്കി എന്തുണ്ടാവും? കുറച്ച് മിച്ചം ഉണ്ടാവും. ആ അവശിഷ്ടത്തെ എവിടെ വെക്കാൻ പറയുന്നു? തുകൽ പാത്രത്തിൽ വെക്കാൻ പറയും. അത് വേറൊരു പാത്രത്തിൽ, തുകൽ പാത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്. ഇപ്പം നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ അതെടുത്തിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് വെളിയിൽ കൊണ്ടുപോയി കളയോ എന്തോ ചെയ്യും. അപ്പോൾ ഇവിടെ ഉരളിൻ്റെയും ഉരക്കിയുടെയും പ്രാധാന്യം പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഏതൊരു ഫാക്ടറിയിലും ആദ്യം അല്ലെങ്കിൽ അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഉപകരണമാണ് ഉരളും ഉലക്കയും. അതുപോലെയുള്ള ഇന്ന് മിക്സർ ഗ്രൈൻഡർ എന്നെല്ലാം പറയും.